2019 ഡിസംബറിൽ പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി ആക്ട് (CAA) ബില്ലിലെ നിയമങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് വിജ്ഞാപനം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൊവ്വാഴ്ച അറിയിച്ചു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ മതപരമായ പീഡനങ്ങൾ കാരണം ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതക്കാർക്ക് ഇന്ത്യൻ പൗരത്വം അതിവേഗം ലഭിക്കാൻ സഹായിക്കുന്ന ബിൽ 2019 ഡിസംബർ 9 ലോക്സഭയും 2 ദിവസത്തിനു ശേഷം രാജ്യസഭയും പാസാക്കിയിരുന്നു. പിന്നീട് 2019 ഡിസംബർ 12 ബില്ലിൽ രാഷ്ട്രപതിയും ഒപ്പിട്ടു. നിയമം പാസാക്കിയ ഉടൻ തന്നെ രാജ്യത്തുടനീളം വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. നിയമം നടപ്പാക്കുന്നതിനുള്ള നിയമങ്ങൾ ഇതുവരെ വിജ്ഞാപനം ചെയ്തിട്ടില്ല. ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വിപുലീകരണത്തിനായി ശ്രമിക്കുകയാണ്. നിയമങ്ങൾ ഇപ്പോൾ തയ്യാറാണെന്നും ഓൺലൈൻ പോർട്ടലിൽ നിലവിലുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മുഴുവൻ പ്രക്രിയയും ഓൺലൈനിലായിരിക്കുമെന്നും അപേക്ഷകർക്ക് അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോലും അപേക്ഷിക്കാമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. CAA നിയമങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറപ്പെടുവിക്കാൻ പോകുന്നു. ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നിയമം നടപ്പാക്കാനും അർഹരായവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനും കഴിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്യുമോ എന്ന ചോദ്യത്തിന് എല്ലാ കാര്യങ്ങളും തയ്യാറാണെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കാനാണ് സാധ്യതയെന്നും വൃത്തങ്ങൾ പറഞ്ഞു. അപേക്ഷകർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ച് വർഷം പ്രഖ്യാപിക്കണം. അപേക്ഷകരിൽ നിന്ന് ഒരു രേഖയും ആവശ്യപ്പെടില്ല. 2014 ശേഷം അപേക്ഷിച്ച അപേക്ഷകരുടെ അഭ്യർത്ഥനകൾ പുതിയ നിയമങ്ങളനുസരിച്ച് പരിവർത്തനം ചെയ്യും. 1955 പൗരത്വ നിയമപ്രകാരം അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ബുദ്ധമതക്കാർക്കും ജൈനർക്കും പാഴ്സിക്കാർക്കും ക്രിസ്ത്യാനികൾക്കും ഇന്ത്യൻ പൗരത്വം നൽകാൻ കഴിഞ്ഞ 2 വർഷത്തിനിടെ 9 സംസ്ഥാനങ്ങളിലെ 30 ജില്ലാ മജിസ്ട്രേറ്റുകൾക്കും ആഭ്യന്തര സെക്രട്ടറിമാർക്കും അധികാരം നൽകിയിട്ടുണ്ട്, കേന്ദ്ര ഉദ്യോഗസ്ഥർ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ-സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കഴിഞ്ഞയാഴ്ച പശ്ചിമ ബംഗാളിൽ ഒരു പാർട്ടി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ BJP CAA നടപ്പാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരാണെന്നും വ്യക്തമാക്കിയിരുന്നു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി CAAയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ അഭയാർത്ഥി സഹോദരങ്ങളെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നു. CAA രാജ്യത്തെ നിയമമാണെന്നും ആർക്കും അതിനെ തടയാനാവില്ലെന്നും ഞാൻ വ്യക്തമാക്കട്ടെ. എല്ലാവർക്കും പൗരത്വം ലഭിക്കാൻ പോകുന്നു. ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതിബദ്ധതയാണ്, അമിത് ഷാ യോഗത്തിൽ പറഞ്ഞു. ജനങ്ങളെ മതപരമായി ധ്രുവീകരിക്കുന്ന ഈ നിയമനിർമ്മാണം നടപ്പിലാക്കാൻ മോദി സർക്കാർ കാലതാമസം വരുത്തുന്നതിന് ഒന്നിലധികം കാരണങ്ങൾ ആരോപിക്കപ്പെടുന്നുണ്ട്. അസമും ത്രിപുരയും ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ CAA നേരിടുന്ന ശക്തമായ എതിർപ്പാണ് പ്രധാന കാരണങ്ങളിലൊന്ന്. നിയമനിർമ്മാണം സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യാ ശാസ്ത്രത്തെ ശാശ്വതമായി മാറ്റുമെന്ന ഭയമാണ് അസമിലെ പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടിയത്. 1966 ജനുവരി 1 ശേഷം 1971 മാർച്ച് 25 മുമ്പ് അസമിലേക്ക് വന്ന വിദേശ കുടിയേറ്റക്കാർക്ക് പൗരത്വം തേടാൻ അനുവദിക്കുന്ന 1985 അസം കരാറിൻ്റെ ലംഘനമായാണ് CAA അസമുകാർ കാണുന്നത്. CAA പ്രകാരം പൗരത്വം നീട്ടുന്നതിനുള്ള കട്ട് ഓഫ് തീയതി 2014 ഡിസംബർ 31 ആണ്. CAA ബില്ലിനെതിരായ പ്രതിഷേധം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല, അത് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. CAAയുടെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യാനികൾ എന്നിവർക്ക് മാത്രമാണ് നിയമം ബാധകമാകുന്നതെന്നും മ്യാൻമാറിലെ പീഡിപ്പിക്കപ്പെടുന്ന റോഹിംഗ്യകളെയും ചൈനയിൽ നിന്നുള്ള ടിബറ്റൻ ബുദ്ധമതക്കാരെയും ശ്രീലങ്കയിൽ നിന്നുമുള്ള തമിഴരെയും ഒഴിവാക്കുന്നതിനാൽ ഈ ബിൽ ഏകപക്ഷീയമാണെന്നും ഹർജിക്കാർ വാദിക്കുന്നു.
കേന്ദ്ര സർക്കാർ ഇതിന് നൽകിയ മറുപടി 2019 CAA ആക്ട് ബില്ലിൽ വർഗീകരണം മതത്തെ ആധാരമാക്കിയല്ലെന്നും അയൽ രാജ്യങ്ങളിലെ മതരാഷ്ട്രങ്ങളിലെ മതവിവേചനത്തെ ആധാരമാക്കിയാണ് നിയമനിർമ്മാണം ലോകമെമ്പാടുമുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമല്ല. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന സാധ്യമായ പീഡനങ്ങളെക്കുറിച്ച് ഇന്ത്യൻ പാർലമെൻറ്റ് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. CAA ഒരു പൊതുമാപ്പിൻ്റെ സ്വഭാവത്തിൽ നിർദ്ദിഷ്ട രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേക സമുദായങ്ങൾക്ക് വ്യക്തമായ ആനുകൂല്യം നൽകാൻ ശ്രമിക്കുന്ന ഒരു നല്ല നിയമനിർമ്മാണമാണ്. നിർദ്ദിഷ്ട രാജ്യങ്ങളിൽ അഥവാ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിലവിലുള്ള ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക ഭേദഗതിയാണ് CAA. ഈ രാജ്യങ്ങളിലെ ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ മതത്തിൻ്റെ പേരിലുള്ള പീഡനം, അത്തരം വ്യവസ്ഥാപിത പ്രവർത്തനങ്ങൾ പ്രസ്തുത രാജ്യങ്ങളിലെ യഥാർത്ഥ സാഹചര്യമനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഭീതി പല സംസ്ഥാനങ്ങൾക്കുമുണ്ട്. കഴിഞ്ഞ 7 ദശാബ്ദക്കാലത്തെ പ്രസ്തുത പ്രശ്നങ്ങൾ പാർലമെൻറ്റ് മനസ്സിലാക്കുകയും 3 പ്രത്യേക രാജ്യങ്ങളിലെ അംഗീകൃത ന്യൂനപക്ഷ വിഭാഗത്തെ പരിഗണിക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോഴത്തെ ഭേദഗതി നടപ്പിലാക്കിയത് എന്നായിരുന്നു പറഞ്ഞത്.